എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിലെ മാത്സ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ അല്ലേ, കൂട്ടാൻ ആണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് കൂട്ടുന്നത് നമുക്ക് നോക്കിയാലോ. 7 പ്ലസ് 5 പ്ലസ് 4 7 പ്ലസ് 5 പ്ലസ് 4 ഈ 3 നമ്പേഴ്സ് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത്? 7 അങ്ങനെ തന്നെ ഇട്ടു. അടുത്തത് 5ന് പകരം നമുക്ക് ഇതിനെ രണ്ടായിട്ട് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാം. എത്രയാണ്? 3 പ്ലസ് 2 അല്ലേ, 3 പ്ലസ് 2 പ്ലസ് 4. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കൂട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് 10ന്റെ കൂട്ടങ്ങളാക്കണം. അപ്പൊ 7ൽ കൂടെ എത്ര കൂട്ടിയാലാണ് 10 വരുന്നത്? 3. അപ്പൊ ഈ 7ഉം 3ഉം കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി. 7 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 4 2 പ്ലസ് 4 ഇതൊരു ഗ്രൂപ്പ് ആക്കി. 7 പ്ലസ് 3 7 പ്ലസ് 3 നമുക്കറിയാലേ 10 ആണ്. അതുപോലെ തന്നെ 2 പ്ലസ് 4 6 അല്ലേ, 2 പ്ലസ് 4 6. ഇനി നമുക്ക് എളുപ്പല്ലേ, 10ൽ കൂടെ 6 കൂട്ടിയാൽ എത്ര വരിക? 16. അപ്പൊ ഇതേപോലെ നമുക്ക് സിമ്പിൾ ആക്കിയിട്ട് കൂട്ടാൻ പറ്റും. നമ്മൾ വിരലിലൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം? ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് 10ന്റെ കൂട്ടങ്ങളാക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം നമ്പേഴ്സ്. ഓക്കെ, ഗ്രൂപ്പ്സ് ഓഫ് 10ന്റെ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കളങ്ങളിൽ നേരെയും കുത്തനെയും വരുന്ന 3 സംഖ്യകൾ കൂട്ടി നോക്കാം. എങ്ങനെയാ അത് ചെയ്യാ? ഒരു കളം തന്നിട്ടുണ്ട് അല്ലേ, ഇതിൽ കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നേരെയും കൂട്ടണം, അതുപോലെ തന്നെ താഴേക്കും കൂട്ടണം. അപ്പോൾ നേരെ കൂട്ടി നോക്കിയാലോ നമുക്ക്? ഓക്കെ, വി ക്യാൻ ആഡ് അക്രോസ് ആൻഡ് ഡൗൺവേർഡ്സ്. അക്രോസ് ആയിട്ടും നമുക്ക് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡൗൺവേർഡ്സും ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം അക്രോസ് ആഡ് ചെയ്ത് നോക്കാം. 8 പ്ലസ് 1 പ്ലസ് 6. 8 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത് 8 പ്ലസ് 1 പ്ലസ് 6. അപ്പൊ നമുക്കിതിനെ 8 പ്ലസ് 1 പ്ലസ് ഈ 6നെ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്ലസ് 4 ആക്കാം അല്ലേ, 2 പ്ലസ് 4. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 8 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 8 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4. ഓക്കെ, ഈ 6നെ നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആക്കിയിട്ട് എഴുതി 2 പ്ലസ് 4 എന്ന് എഴുതി അല്ലേ. 2 പ്ലസ് 4 6 ആണ്. ഇനി നമുക്ക് 10ന്റെ ഗ്രൂപ്പ്സ് ആക്കണം. 10 8നോട് എത്ര ചേർന്നാലാണ് 10 വരിക? യെസ്, 8 പ്ലസ് 2 8 പ്ലസ് 2 പ്ലസ് 1 പ്ലസ് 4. 8ൽ കൂടെ 2 കൂട്ടി, 2ൽ കൂടെ 1 കൂട്ടി, 1ൽ കൂടെ 4 കൂട്ടി. അപ്പൊ എന്ത് ചെയ്തു? 8ൽ കൂടെ 2 കൂട്ടിയാൽ എത്ര വരിക? 10 അല്ലേ. 8 പ്ലസ് 2 ഈക്വൽ ടു 10. 10 പ്ലസ് 5 എത്രയാണ്? 10 പ്ലസ് 5 ഈക്വൽ ടു 15. ഓക്കെ, അപ്പൊ ആദ്യത്തെ കളത്തിലത്തെ നമ്പർ നമുക്ക് കിട്ടി അല്ലേ. എത്രയാണ്? 15 കിട്ടി. അടുത്ത നമുക്ക് 3 5 7 3 5 7 കൂട്ടി നോക്കിയാലോ. 3 പ്ലസ് 5 പ്ലസ് 7. അപ്പൊ എന്താ നമ്മൾ ചെയ്യാ? 3 പ്ലസ് 5 പ്ലസ് 7. ഇതിനെ നമുക്ക് 3 പ്ലസ് 5 പ്ലസ് 7 എന്നുള്ള നമ്പർ ഒന്നെങ്കിൽ നമുക്ക് ഈ 7നെ ചെറുതാക്കാം. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? 7 കൂടെ 3 കൂട്ടിയാൽ 10 കിട്ടും അല്ലെ. 7ൽ കൂടെ 3 കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? 3 പ്ലസ് 7 പ്ലസ് 5 എന്ന് എഴുതാം. അപ്പൊ എത്രയാണ്? 3 പ്ലസ് 7 3 പ്ലസ് 7 പ്ലസ് 5. 3ഉം 7ഉം കൂട്ടിയാൽ എത്ര വരിക? 10 അല്ലേ. 10 പ്ലസ് 5 സമം 15. 10 പ്ലസ് 5 ഈക്വൽ ടു 15. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു നമ്പറിൽ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക, 10 കിട്ടുക നോക്കണം. അപ്പൊ 7 തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക. അപ്പൊ വേറെ നമ്പറിനെ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് 2 നമ്പർ ആക്കുക. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം 7ഉം 3ഉം 10 നമുക്ക് ആ നമ്പർ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ബാക്കി 5ഉം കൂടി കൂട്ടിയാൽ മതി. ഓക്കെ,
അടുത്ത ഏത് നമ്പറാണ്? 4 9 2. 4 9 2. 4 പ്ലസ് 9 പ്ലസ് 2 എന്ത് ചെയ്യും? 4 പ്ലസ് 9 പ്ലസ് 2. ഈ 2നെ നമുക്ക് മാറ്റിയിട്ട് 1 പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 4 പ്ലസ് 9 പ്ലസ് 1 പ്ലസ് 1. ഇനി 9 പ്ലസ് 1 10 അല്ലേ? അപ്പോൾ 9 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1. 9 പ്ലസ് 1 പ്ലസ് 4 പ്ലസ് 1 എത്രയാണ്? 10 പ്ലസ് 5 അല്ലേ? 10 പ്ലസ് 5 ഈക്വൽ ടു 15. 10 പ്ലസ് 5 സമം 15. 9ഉം 1ഉം കൂട്ടി അതുപോലെ തന്നെ 4ഉം 1ഉം ഇതിനപ്പുറത്തേക്ക് ഇട്ടുമെന്ന് മാത്രം. അപ്പോൾ 4 പ്ലസ് 1 5. അപ്പോൾ 10 പ്ലസ് 5 സമം 15. അടുത്ത നമ്പർ നമുക്ക് താഴത്തേക്ക് കൂട്ടി നോക്കാം. 8 3 4. ഡൗൺവേർഡ്സ് 8 3 4. 8 പ്ലസ് 3 പ്ലസ് 4. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? 8 പ്ലസ് 3 പ്ലസ് 4. 8 പ്ലസ് 3 പ്ലസ് 4. ഈ 4നെ നമുക്ക് ഒന്നും കൂടി ചെറുതാക്കാം. 4നെ ചെറുതാക്കിയാൽ എത്ര കിട്ടും? 2 പ്ലസ് 2 അല്ലേ? അപ്പൊ 8 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2. കാരണം 8ൽ കൂടെ 2 കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ഈ നമ്പറിനെ ചെറുതാക്കുന്നത് കേട്ടോ. 8 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2. 8 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2. 4 നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? 2 പ്ലസ് 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ 8ന്റെ കൂടെ 2 എഴുതി നോക്കാം. 8 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2. 8 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2. 8 പ്ലസ് 2 എത്രയാണ്? 10 അല്ലേ? 8ഉം 2ഉം കൂട്ടിയാൽ 10 കിട്ടും. 3ഉം 5ഉം 2ഉം കൂട്ടിയാൽ 5. 10ഉം 5ഉം ചേർന്നാൽ 15. 10 പ്ലസ് 5 ഈക്വൽ ടു 15. അടുത്ത നമ്പർ എത്രയാണ്? 1 5 9. 1 5 9. എഴുതി നോക്കിയാലോ? 1 പ്ലസ് 5 പ്ലസ് 9. അപ്പൊ ഇതിൽ തന്നെ 10ന്റെ ഗ്രൂപ്പ് ആക്കാനുള്ളതുണ്ട് അല്ലേ? ഇതാണ് 10. 5 പ്ലസ് 1 10 ആണോ? അല്ല. 9 പ്ലസ് 1 ഈക്വൽ ടു 10. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 1 പ്ലസ് 9 പ്ലസ് 5 ഈക്വൽ ടു 10 പ്ലസ് 5 ഈക്വൽ ടു 15 അല്ലേ? 10 പ്ലസ് 5 ഈക്വൽ ടു 15. 15 കിട്ടി അല്ലേ? 10ഉം 5ഉം ചേർന്നപ്പോൾ 15. അടുത്തത് ഏത് നമ്പറാണ്? 6ഉം 7ഉം 2ഉം. 6 7 2. 6 പ്ലസ് 7 പ്ലസ് 2. 6നെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? 3 പ്ലസ് 3 അല്ലേ? 3ഉം 3ഉം ചേർന്നാൽ 6 ആണ്. അപ്പൊ നമുക്കത് അങ്ങനെ എഴുതാം. പ്ലസ് 7 പ്ലസ് 2. 3 പ്ലസ് 3 പ്ലസ് 7 പ്ലസ് 2. ഇനി നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ആക്കാം. 7 പ്ലസ് 3 7ഉം 3ഉം 10. 10ഉം 5ഉം അല്ലേ? 10ഉം 5ഉം എത്രയാണ്? 15. 10 പ്ലസ് 5 ഈക്വൽ ടു 15. അപ്പൊ എല്ലാ നമ്പറും നമുക്ക് 15 ആയിട്ട് കിട്ടി. ഓക്കെ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ കയ്യിൽ എണ്ണേണ്ട ആവശ്യമില്ല. ഇതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ. വലിയ നമ്പറിനോട് കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? ബാക്കിയുള്ള നമ്പർ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ. എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ നോട്ടിൽ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.